പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടെ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും നിസ്തുലനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനവും ക്രിസ്തീയ വന്ദനത്തെയും അറിയിക്കുന്നു. ചെറിയ ആത്മീക ചിന്ത നിങ്ങളോട് ഒരുമിച്ച് ഈ രാവിലെ പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടും. അതിനാധാരമായി യെശയ്യാപ്രവചനം 51 അധ്യായം അതിന് 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിൻ്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? അത് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദ ശകലമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ മിസ്രയീമിൽ 430 സംവത്സരം അടിമകളായി പാർത്തനന്തരം മോശ എന്ന നേതാവിൻ്റെ അപക്വമായ ഇടപെടലുകളും ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചെന്ന നിമിത്തവും മോശയിലൂടെ വിടുവിക്കപ്പെട്ടു വരുന്ന ഒരു കൂട്ടം ജനത, ലക്ഷക്കണക്കിനുള്ള ജനത. യാത്ര മധ്യയിൽ അവർക്ക് മുൻപായി തടസ്സങ്ങളും പ്രതികൂലങ്ങളും വന്ന ഭാഗം നമുക്ക് നന്നായിട്ടറിയാം. അതൊക്കെ വിശദീകരിച്ചു പോകാനുള്ള സമയം രാവിലെ എൻ്റെ മുമ്പിലില്ല. അവരുടെ യാത്രയ്ക്ക് തടസ്സമായി മുമ്പിൽ ചെങ്കടലും പുറകിൽ ഫറവോനും കൂട്ടരും തടസ്സങ്ങളായി, വെല്ലുവിളികളായി നിൽക്കുമ്പോൾ ആ ചെങ്കടലിനെ പല വിധത്തിലാണ് അതിനെ വഴിമാറ്റുന്ന, അതിനെ ഉണക്കുന്ന തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പാഠപുസ്തകത്തിൽ ആ ചെങ്കടൽ കിഴക്കൻ കാറ്റടിച്ചു എന്ന്, ചെങ്കടലിന് നേരെ കിഴക്കൻ കാറ്റ് വീശി അതുണങ്ങിയ നിലമായി മാറിയെന്നും, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ അവന്റെ മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടൽ ഉണങ്ങിയെന്നും, സങ്കീർത്തനത്തിനകത്ത് അവൻ അതിനെ ശാസിച്ചുവെന്നും, യെശയ്യാവിനകത്ത് തന്നെ ബലഹീനമായ മോശയുടെ കരത്തോട് തമ്പുരാന്റെ കരം ചേർന്ന് വന്നപ്പോൾ മോശ ചെങ്കടലിന്റെ മേൽ തന്റെ കരം നീട്ടിയപ്പോൾ അതുണങ്ങിയെന്നും നാം കാണുന്നു. ഇന്ന് പകലിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വിഷയത്തിന് നടുവിൽ ഒരു കിഴക്കൻ കാറ്റ് ദൈവം അടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് രാവിലെ ആരോടൊക്കെയോ പറയുന്നു, കുഞ്ഞെ, നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചെങ്കടലിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റ് തമ്പുരാൻ അടുപ്പിക്കാൻ പദ്ധതി ഒരുക്കുന്നു. തന്റെ മൂക്കിലെ ശ്വാസത്താൽ ചിലത് നിശ്ചലമാകാൻ തുടങ്ങുന്നു. അവൻ ചിലതിനെ ശാസിക്കാൻ തുടങ്ങുന്നു, ചിലതിനോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കാൻ തുടങ്ങുന്നു. ചിലതിന് മേൽ യഹോവയുടെ ഭുജം അനുകൂലമായി ഈ പകൽ വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഈ വാക്യങ്ങളിലൂടെ നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നോക്കുക, ഈ വാക്യത്തിനകത്ത് പൂർവകാലത്ത് പണ്ടത്തെ തലമുറകളിലും എന്നതുപോലെ ഒരു പൂർവകാല അനുഭവത്തെ നമുക്കിവിടെ കാണുവാനായി കഴിയുക. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ 5 കാലഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാലം എന്ന് പറയുന്നത് പൂർവകാലം. അത് ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടം. ആവർത്തന പുസ്തകവും റോമാലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ കാലം എന്ന് പറയുന്നത് പൂർവകാലം. അത് ആര് തൊട്ട് ആര് വരെ അറിയാമോ? ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടമാണ് ന്യായപ്രമാണ കാലം. അത് മോശയിൽ തുടങ്ങി യോഹന്നാൻ വരെ, ലൂക്കോസ്
മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ആ ഭാഗങ്ങൾ വേദവാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യായപ്രമാണകാലം മോശ മുതൽ യോഹന്നാൻ വരെ മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സുപ്രസാദ കാലമാണ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കാൽവറി മരണം മുതൽ മടങ്ങി വരവെയുള്ള ഇതാകുന്ന സുപ്രസാദ കാലം എന്ന് വളരെ വ്യക്തമായി വചനം വിളിച്ചു പറയുന്നു. അപ്പൊ സുപ്രസാദ കാലത്തിനായി കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ ഒരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. 4-ാമത്തെ കാലം യാക്കോബിന്റെ കഷ്ടകാലമാണ്. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിനകത്ത് കാണുവാനായി കഴിയും. അത് മടങ്ങി വരവിന് ശേഷമുള്ള 7 വർഷം മഹോപദ്രവകാലം എന്നുകൂടെ പറയുന്നു. അപ്പോ യാക്കോബിന്റെ കഷ്ടകാലം, അതിന് മറ്റൊരു പേരാണ് മഹോപദ്രവകാലം. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷമുള്ള 7 വർഷക്കാലത്തിന് പറയുന്ന പേരാണ്. ഇന്ന് അവസാനത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സഹസ്രാബ്ദ കാലമാണ്. അത് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 വർഷം കഴിയുമ്പോൾ കാലം അവസാനിക്കും. പിന്നെ നിത്യതയുടെ തലങ്ങളാണ് വെളിപ്പെടുവാനിടയാകുന്നത്. അപ്പൊ നാം വായിച്ച വേദവാക്യത്തിനകത്ത് തമ്പുരാൻ നമുക്ക് വേണ്ടി തൻ്റെ കരം, തൻ്റെ ഭുജം നീട്ടിയ വിവിധമാകുന്ന തലങ്ങൾ കാണുവാനായി കഴിയുന്നു. നാം വായിച്ചു അവതരിച്ച ഭുജം. അപ്പൊ നമുക്ക് വേണ്ടി തമ്പുരാന്റെ ഭുജം അവതരിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കന്യാമറിയത്തിന് ഉദരത്തിൽ നമുക്ക് വേണ്ടി ഈ ഭൂലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് അവതരിച്ച ഈ കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയുന്നു. യശയാപ്രവചനം 30-ാം അധ്യായം 30-ാം വാക്യത്തിനകത്ത് അത് വ്യക്തമാണ്. നമുക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഭുജമാണ്. നമുക്ക് വേണ്ടി നഗ്നമാക്കപ്പെട്ട കരമാണ്. നമ്മെ രക്ഷപ്പെടുത്തിയ കരമാണ്. ഇന്ന് പകൽവേളയിൽ ആ ദൈവത്തിന്റെ കരം നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ ചലിക്കപ്പെടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പല തടസ്സങ്ങളും എതിരുകളും എതിരാളികളും വഴിമാറി പോകുമെന്നതിന് 2 പക്ഷമില്ല. ഇവിടെ പറയുന്നു രഹബിനെ വെട്ടി. രഹബ് എന്ന് പറഞ്ഞാൽ അത് കടലിന്റെ നായകനാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരനുഭവമാണ് രഹബ്. രഹബ് എന്ന പദം വിശുദ്ധ തിരുവചനത്തിനകത്ത് ഏതാണ്ട് 14 പ്രാവശ്യത്തോളം പല ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, നിനക്കെതിരെയുള്ള കടലിന്റെ നായകന്, പ്രകൃതിയുടെ നായകന്, ഭവനത്തിന്റെ അദൃശ്യത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന ചില നായകന്മാരെ, ദേശത്ത് നിനക്കെതിരെ നിൽക്കുന്ന നായകന്മാരെ വെട്ടി. ഓ റീഖാനവനക ശംഭരാധന എന്ന പകൽ ഒരു നായകനെ നീ ഭയപ്പെടേണ്ട, ഒരു വ്യക്തിയെ പോൽ നീ പേടിക്കേണ്ട. നിന്റെ നായകൻ, രക്ഷാ നായകൻ യേശു ക്രിസ്തു നിന്റെ നായകനാകൊണ്ട് വചനമായിരിക്കട്ടെ നിന്റെ ആധാരം. അതുകൊണ്ട് ഇന്ന് രാവിലെ മുഴങ്ങി കേൾക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം, ഓ ഞാൻ നിങ്ങൾ ന്യായപ്രമാണ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് കൈമാറാനുള്ള ദൈവിക സന്ദേശം ഇറങ്ങിത്തിരിച്ചു. മുമ്പോട്ട് പോകാൻ കഴിയാതെ, സഞ്ചരിക്കാൻ കഴിയാതെ, ഓടുവാൻ കഴിയാതെ, മുന്നേറാൻ കഴിയാതെ റീഖാമന മുമ്പിൽ ചെങ്കടലും പുറകിൽ ഫറവോന്റെ സൈന്യവും നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ ചില കുടുംബങ്ങളോട്, ചില മാതാക്കളോട്, ചില സഹോദരിമാരോട്, ചില ദൈവമക്കളോട് ദൈവാത്മാവിന് കൈമാറാനുള്ള ദൈവിക സന്ദേശം കിഴക്കൻ കാറ്റ് നിനക്ക് വേണ്ടി അടുപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നും സഹോദരി, കാറ്റ് നിനക്ക് പ്രതികൂലമായി മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ അനുകൂലമായ ചില കാറ്റുകളെ അടുപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലതിനെ ദൈവാത്മാവ് ശാസിക്കാൻ പദ്ധതിയുണ്ട്. നീ പറഞ്ഞു മടുത്തില്ലേ? നീ പറഞ്ഞു മടുത്തില്ലേ? നീ ചോദിച്ചു മടുത്തില്ലേ? നീ ചോദിച്ചു മടുത്ത, പറഞ്ഞു മടുത്ത, ചെയ്തു മടുത്ത വിഷയത്തിനുമേ ദൈവാത്മാവ് ചിലതിനെ ശാസിച്ച് അതിനുമേ ദൈവമഹത്വം വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാവിലെ നമ്മോട് ഇടപെടുന്നു. സമയപരിധികൾ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ അവസാനം കുറിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികളെ നമുക്ക് ഓർക്കാം. അതുകൊണ്ട് യഹോവയുടെ ഭുജമേ, പകൽവേളയിൽ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. നമുക്ക് ശക്തി ധരിക്കാം, നമുക്ക് ഉണരാം, നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ സർവകൃപാലുവായ കർത്താവ് നമ്മെ ധാരാളമായി ഈ രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ.